എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൺലൈനായിട്ട് ഡ്രസ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഡ്രസ്സാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും ഹോൾസെയിലായിട്ട് ആൾക്കാർക്ക് വീട്ടിലോട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ അവർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് അന്വേഷിച്ച് ട്രാവൽ ചെയ്തിട്ട് ഹോൾസെയിലേഴ്സിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പിന്നുള്ളൊരു കാര്യം, ഹോൾസെയിലേഴ്സിനെ കണ്ടെത്തിയാലും ഓൺലൈനിലൂടെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ ഡാമേജ് കാര്യങ്ങളൊക്കെ റിട്ടേൺ തരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുപോലെ തന്നെ ട്രാവലിംഗ് പ്രശ്നമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പർച്ചേസ് ഉണ്ടാവും. എല്ലായിടത്തും മിനിമം പർച്ചേസ് 10,000, 20,000, 30,000 ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈനിൽ നിങ്ങൾക്ക് ഡ്രസ്സാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും ഹോൾസെയിലായിട്ട് തരുന്നത്. അപ്പോൾ ജ്വല്ലറി ആണെങ്കിൽ നമ്മുടെ കയ്യിൽ 3,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. എന്ത് ഡാമേജ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. അപ്പം റീഫണ്ടും തരും. ബാക്കി എല്ലാവരും എക്സ്ചേഞ്ച് ആയിരിക്കില്ല തരാം, പക്ഷെ നമ്മൾ റീഫണ്ടാണ് തരുന്നത്. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡ്രസ്സ് എടുക്കേണ്ടത് മിനിമം ഒരു സെറ്റായിട്ടാണ്, അതായത് ഒരു സെറ്റ് പോലും നിങ്ങൾക്ക് എടുക്കാം. ഇത് കുർത്തിയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇതിപ്പം ഒരു സെറ്റിൽ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ 4 പീസാണ്. ഇതിൻ്റെ തന്നെ മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ 4 പീസായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബാക്കിയുള്ള ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കേണ്ടി വരും. 10,000, 30,000 ഒക്കെ ഇനീഷ്യൽ കൊടുത്തിട്ട് എടുക്കേണ്ടി വരും. ഇതിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഈ കുർത്തീസും മാത്രമല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സാരിയുടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സാരി ആണെങ്കിലും മിനിമം 4 പീസാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഹോൾസെയിലായിട്ട് തുടങ്ങാൻ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് എടുക്കാൻ നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രാവൽ ചെയ്തിട്ട് എടുക്കുക. അതല്ലെങ്കിൽ വളരെ വിശ്വസിക്കാൻ പറ്റുന്ന ഓൺലൈനായിട്ട് സപ്പോർട്ട് തരുന്ന ആൾക്കാർ മാത്രം ഫോക്കസ് ചെയ്യുക. കാരണം ഡ്രസ്സാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലൊക്കെ നമുക്ക് കംപ്ലൈൻറ്റ്, ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റിട്ടേൺ എടുത്തില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ കെയർഫുള്ളായിട്ട് എടുക്കാം. ഓക്കെ, നമ്മളടുത്ത് തന്നെ പർച്ചേസ് ചെയ്യണമെന്നല്ല കേട്ടോ പറയുന്നത്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തുനിന്ന് ഹോൾസെയിൽ ഡ്രസ്സും ജ്വല്ലറിയും മാത്രമല്ല, നമ്മൾ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അതായത് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ബിസിനസ് തുടങ്ങാൻ, പക്ഷേ ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഡ്രസ്സിൻ്റെയും ജ്വല്ലറിൻ്റെയും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതായത് സ്റ്റാർട്ട് തൊട്ടിട്ട് എൻഡ് വരെയുള്ള പ്രോസസ്സ്, അതായത് എവിടുന്ന് ചെറിയ റേറ്റിൽ പ്രൊഡക്റ്റ് കിട്ടും, അതുപോലെ ഓൺലൈനായിട്ട് എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഷോപ്പായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഇതിന് ഓൺലൈനിന് എന്ത് ലൈസൻസ് വേണം, ഷോപ്പ് തുടങ്ങാൻ എന്ത് ലൈസൻസ് വേണം, GST ആവശ്യമുണ്ടോ, GSTയുടെ ഗുണങ്ങൾ, അതുപോലെ എടുത്താലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മൊത്തം എങ്ങനെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ കണ്ടൻറ്റ് മേക്ക് ചെയ്യാം, എങ്ങനെയുള്ള കണ്ടൻറ്റിനാണ് കൂടുതൽ വ്യൂസ്, അതുപോലെ വീഡിയോ ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. പിന്നെ നമുക്ക് ഈ വില കുറച്ചിട്ട് എവിടെ നിന്ന് പ്രൊഡക്റ്റ് കിട്ടും, ജ്വല്ലറി ആയാലും ഡ്രസ്സാണെങ്കിലും ഏത് സ്ഥലത്ത് കിട്ടും, ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് അടക്കം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പറയുന്നത് നമ്മുടെ കൊറിയറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പാക്കിംഗ് കവേഴ്സ് എവിടെ കിട്ടും, അതുപോലെ കൊറിയർ ഏതാണ് നല്ലത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ട്രെയിനിങ് തരുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിന് എമൗണ്ട് വരുന്നത് 1999 രൂപയാണ് കേട്ടോ ഇപ്പോഴും. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ നമ്മുടെ യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ത്രൂ റെക്കോർഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ് ആണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. നമുക്ക് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈഫ് ലോങ് വാട്സപ്പ് സപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പൈസയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ട്രെയിനിങ് എടുത്തവർ നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള എന്ത് ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്കിനി കാര്യത്തിലോട്ട് കടക്കാം. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഓൺലൈനിൽ. അപ്പോൾ അവരെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. അവർ ഏതൊക്കെ ടൈപ്പ് പ്രൊഡക്റ്റാണ് കൂടുതൽ ഇറക്കുന്നത്, ഏത് ടൈപ്പ് പ്രൊഡക്ട്സിനാണ് കൂടുതൽ വ്യൂ കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു മാർക്കറ്റ് അത്യാവശ്യം നമ്മൾ സ്റ്റഡി ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കരുത്, എല്ലാം വെറൈറ്റി ആയിട്ട് എടുക്കുക. ഓരോന്നും ഓരോരോ കാറ്റഗറി ആയിട്ട് എടുക്കാം. ഇപ്പോൾ കുർത്തി ആണെങ്കിൽ തന്നെ കോട്ടൺ ഉണ്ടാവും, ജോർജറ്റി ഉണ്ടാവും, ഷിഫോൺ ഉണ്ടാവും, സിൽക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാം കുറച്ച് ഒന്നൊന്ന് വെച്ചിട്ട് എടുക്കാം. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന തന്നെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ എൻക്വയറി വരുന്നതിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരുപാട് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോക്ക് പോയില്ലെങ്കിൽ, വിറ്റ് പോയില്ലെങ്കിൽ നമുക്കത് ഡെഡ് സ്റ്റോക്ക് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചിട്ട് എടുക്കാം.
എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടങ്ങേണ്ടത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് 3ആയിട്ട് തുടങ്ങാം. കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. ഇതാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യേണ്ട മെത്തേഡ്സ് വരുന്നത്. ഓൺലൈനായിട്ട് തുടങ്ങുന്നത് ഇപ്പോൾ കറൻ്റ് ചെക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ലൈസൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നീട് വേണമെങ്കിൽ നമുക്ക് പാക്കർ ലൈസൻസ് അതുപോലെ തന്നെ പോയി GST കാര്യങ്ങളൊക്കെ എടുക്കാം. നമ്മുടെ ആവശ്യപ്രകാരം നമ്മൾ തുടങ്ങിയതിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യുക. ഓർഡേഴ്സൊക്കെ വരുന്നതൊക്കെ കെയർഫുള്ളായിട്ട് ചെയ്യുക. അതുപോലെ കസ്റ്റമേഴ്സിന് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. അതായത് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ റിട്ടേൺസൊക്കെ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അതായത് ന്യായം അവരുടെ ഭാഗത്താണെങ്കിൽ. കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അവർ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയാലാണ് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുക അല്ലേ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് ജ്വല്ലറി ബിസിനസ്സിനെ പറ്റിയിട്ട് എന്ത് ഡൗട്ടും അതുപോലെ തന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടാവും. അതിൽ ഒന്ന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യണം എന്നുണ്ട്, ഹോൾസെയിലായിട്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യണം എന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്, അതിലോട്ട് ജോയിൻ ചെയ്യാം. അതിൽ എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേ നമ്മുടെ പ്രൊഡക്ട്സ് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫോട്ടോ എടുത്തിട്ട് ആ ഒരു ഫോട്ടോസ് ഇടുന്ന വാട്സപ്പിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അത് സ്റ്റാഫിൻ്റെ നമ്പറാണ്. അപ്പോൾ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ഒരുപാട് ലേറ്റ് ആക്കരുത്, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ.